ഈ കാണുന്നത് ചാലിയാർ പുഴ. ഇത് എടവണ്ണയിൽ നിന്നുള്ള കാഴ്ചകൾ. ചാലിയാറിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കാണാൻ കഴിയുന്നത് ആമസോൺ വ്യൂ പോയിന്റിൽ നിന്നാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ആമസോൺ വ്യൂ പോയിന്റിലേക്കാണ്. എടവണ്ണക്കടുത്തുള്ള ചാത്തല്ലൂർ ഗ്രാമത്തിലെ 3 കല്ലുമലയുടെ മുകളിലാണ് ആമസോൺ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ആവേശം നൽകുന്ന ഒരനുഭവമാണ് ഇവിടേക്കുള്ള ഓരോ യാത്രയും. മലപ്പുറത്തുള്ള ഒരു സ്ഥലത്തിന് ആമസോൺ വ്യൂ പോയിന്റ് എന്ന പേര് കിട്ടിയ കഥ വളരെ രസകരമാണ്. ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളുമായി ഈ സ്ഥലത്തിന് ഒരു ബന്ധവുമില്ല. മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇടതൂർന്ന പച്ചപ്പിനിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴയുടെ ദൃശ്യം ബ്രസീലിലെ ആമസോൺ നദിയെ ഓർമ്മിപ്പിക്കുന്നു എന്നതിനാലാണ് ഈ പേര് വന്നത്. രാവിലെയും വൈകുന്നേരവും ഈ പ്രദേശം കോടമഞ്ഞിൽ മുങ്ങുന്നത് കാഴ്ചയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നു. കോടമഞ്ഞ് കാഴ്ച മറയ്ക്കുന്നില്ലെങ്കിൽ ദൂരെ നിലമ്പൂർ പ്രദേശവും ഇവിടെ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര ഒരു സാഹസിക ഓഫ് റോഡ് അനുഭവമാണ്. മലപ്പുറം ജില്ലയിലെ എടവണ്ണ, ചാത്തല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാന വഴികൾ തുടങ്ങുന്നത്. പല സഞ്ചാരികളും ബൈക്കിലാണ് ഇവിടേക്കെത്തുന്നത്. മഞ്ചേരി വഴി എടവണ്ണ എത്തി അവിടെ നിന്നും ഒതായി റോഡ് വഴി കിഴക്കേ ചാത്തല്ലൂർ എത്തണം. ചാത്തല്ലൂർ എത്തിയാൽ പിന്നെ ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് കണ്ട് അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വരിക. അവിടെ നല്ല ചൂടാണ്. ഈ വരുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇവിടെ ഒഴിവാക്കിയ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പി കൊണ്ടുവന്നു, അത് കാലിയായി. അത് തിരിച്ച് നമ്മൾ താഴത്തോട്ട് തന്നെ കൊണ്ടുപോകാം. എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കുപ്പി തിരിച്ചു കൊണ്ടുപോകണം. ശരിക്കും ഇങ്ങോട്ടൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി നിരോധിക്കണം. തമിഴ്നാട്ടിൽ നിരോധിച്ച പോലെ കുപ്പികൾ നിരോധിക്കണം. വലിയ കുപ്പിയാകണം. എന്നാൽ പിന്നെ എല്ലാവരും വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതെല്ലാ സ്ഥലത്തും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും.